ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നമുക്കൊരു പുതിയൊരു വ്ളോഗിലേക്ക് സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് ഞാൻ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ അത് പറയാം. അതിനു മുന്നേ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. ഞാനിപ്പോൾ ഉള്ളത് അലൈനിലാണ്. സോ ഇന്നലെ രാത്രി ഞാൻ എത്തി. ഇന്നലെ ശനിയാഴ്ച ദിവസം വൈകിട്ടായപ്പോൾ ഇന്നലെ അലൈനിലേക്ക് വന്നു. നമ്മുടെ നാട്ടിലുള്ള ശ്യാമേട്ടൻ എന്ന് പറയുന്ന പുള്ളി ഇവിടെ വന്നായിരുന്നു. അലൈനിൽ നമ്മുടെ ഗോസ്റ്റ് ഹൗസിലേക്ക് വന്നായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും അവിടുന്ന് വന്നായിരുന്നു, അജ്മാനിന്ന് പുള്ളിയെ കാണാനായിട്ട്. അപ്പോൾ ഞാൻ രാവിലെ എന്നും ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ കഴിക്കുന്നതാണ് എന്നും. ഇന്ന് ജിമ്മില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നും നമ്മൾ കറക്റ്റ് ഒരു 6 മണിയൊക്കെ മേടിക്കണേല്ലേ, കഴിച്ചിട്ട് രാവിലെ ഓടാൻ വരാമെന്ന് വിചാരിച്ച്. പിന്നെ പുറത്തുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചാണ് രാവിലെ ഇറങ്ങിയേ. വൈ കൊള്ളാം, കുറച്ച് നേരം ഓടി, അത് കഴിഞ്ഞ് കുറച്ച് നേരം നടക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇന്നത്തെ അലയിലെ വിശേഷങ്ങളാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇന്നലെ രാത്രി വന്നപ്പോഴേക്ക് ഉറക്കം വരുന്നതല്ലേ. പുള്ളി ഒമാനിൽ നിന്ന് വന്നതാ ഇങ്ങോട്ടേക്ക്. അപ്പോൾ പുള്ളിക്കാരനെ ഒന്ന് കാണുക, സംസാരിക്കുക. അപ്പോൾ നമുക്ക് ഒരു ഓട്ടോ ഒക്കെ ഓടി നമുക്ക് നേരെ ഇനിയിപ്പോൾ റൂമിലേക്ക് പോവാം. ഞാനിപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. സൂര്യൻ ഉദിച്ചു വരുന്ന സുഹൃത്തുക്കളെ, അതിമനോഹരമായിട്ടുള്ള ഒരു വിഷ്വലാണ്. നിങ്ങൾ കണ്ടില്ല? ഓ മൈ ഗാഡ്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി നമ്മൾ എത്തിയപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. കാരണം ഒരു 12 മണിയൊക്കെ കഴിഞ്ഞ് 3 മണിയായി. എത്താൻ ലേറ്റായ കാരണം ഇവർക്ക് ഫുട്ബോൾ കളിയുണ്ടായിരുന്നു 11 മണി വരെ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പോയത് പിന്നെ വൈശാഖൻ്റെ അനിയനെ ഒന്ന് കാണണമായിരുന്നു. അവനെയും കണ്ടിട്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരുപാട് ലേറ്റായി. ആ ലേറ്റായതുകൊണ്ട് തന്നെ 3 മണിയായി. എന്നിട്ട് ഞാൻ എത്ര മണിക്കൂർ ഉറങ്ങി? ഒരു 2 മണിക്കൂറാകാനും ഉറങ്ങി കാണും. ഉറങ്ങിയിട്ടാണ് രാവിലെ ഓടാൻ വന്നത്. സോ നൈസാണ്. പക്ഷെ എന്നും ഞാൻ ആ കറക്റ്റ് സമയത്ത് എണീക്കണോണ്ട് നേരത്തെ എഴിച്ച്. പിന്നെ അവിടെ ഫോൺ നോക്കിയിരുന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എഴിച്ചിട്ട് നേരതാ ഓടാനായിട്ട് വന്ന്. രാവിലെ നല്ല ക്ലൈമറ്റ്, കൊള്ളാം. അടിപൊളി ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. നമ്മുടെ അജ്മാൻ കണക്കൊന്നുമല്ല. ഇത് അലൈനിലെ അൽ ഹയാത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് താമസിക്കണേ തന്നെ. ഇവിടെ കുറച്ച് ഫാമിങ് പിന്നെ അതേപോലെ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ രീതിയിൽ. ഞാൻ അങ്ങോട്ട് പോകുമ്പോഴേക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഏകദേശം അങ്ങൊക്കെ ഭയങ്കര വലിയ മലയൊക്കെ ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പക്ഷെ അങ്ങ് നമ്മൾ പോണില്ല. ഇടയ്ക്ക് നമുക്ക് തണുപ്പ് സമയമാകുമ്പോൾ അങ്ങോട്ടൊക്കെ പോവാം. കാരണം ഇപ്പം ചൂടായതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് സർവൈവ് ചെയ്യാൻ. സോ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ പരിപാടി ഇതൊക്കെയാണ്. പിന്നെ പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ റെഡിയാക്കണം. അത് വേറൊരു ടാസ്ക്കാണ്. ടാസ്ക് അല്ല, അവിടെ എന്തെങ്കിലും ഉണ്ടാവും, നമുക്ക് എന്തെങ്കിലും എടുത്ത് ഉണ്ടാക്കാം, നോ പ്രോബ്ലം. പിന്നെ നമുക്ക് രാവിലെ ഈ ഓടാൻ നേരത്തുണ്ടല്ലോ, ചില ദിവസങ്ങളിൽ നല്ല ചൂട് രാവിലെയും കാണും, പുലർച്ചെ ഒരുമാതിരി അവിച്ചിലുണ്ടാവും. പക്ഷെ ഇന്ന് ഇവിടെ അത്ര ചൂടില്ല കേട്ടോ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്. രാവിലത്തെ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ചൂട് കൂടും. ചൂട് സമയമായതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. വെള്ളമൊക്കെ തിളച്ച വെള്ളമാണ് കുളിക്കാൻ നേരത്ത്. പക്ഷെ അത് നമ്മൾ എന്തെങ്കിലും ബക്കറ്റിലോ എന്തെങ്കിലും പിടിച്ച് വെക്കണം, അല്ലെങ്കിൽ നമ്മൾ ഉരുകി പോകും തൊലി. അത്രയ്ക്ക് ചൂടാടേ. രാവിലെ ഇവിടെ ചൂടില്ല കേട്ടാ. നല്ലൊരു നമുക്ക് നമ്മുടെ ബോഡി ആ ഒരു ക്ലൈമറ്റുമായിട്ട് സ്യൂട്ടാവും. കാരണം ആ ഒരു ഇതാണ്. ചില സമയങ്ങളിൽ നമ്മൾ രാവിലെ പുറത്തിറങ്ങുമ്പോൾ തന്നെ മാതിരി ചൂട് ആവശ്യത്തിലാണ് ഇങ്ങനെ ആ ഒരു ഇത് ഉണ്ട്. പക്ഷെ ഇവിടെ അതില്ല. അതുകൊണ്ട് തന്നെ രാവിലെ നടക്കാനാവട്ടെ ഓടാനാവട്ടെ കൊള്ളാം, ഇഷ്ടപ്പെട്ട കാര്യം. ഇതവരെ ഫാമാണ് കേട്ടോ. ഇതിനകത്ത് മറ്റേ ഈത്തപ്പന കൃഷിയുണ്ട് കേട്ടോ. ഈത്തപ്പഴം വരുന്ന മരമല്ലല്ലേ ഈത്തപ്പന. ഇതിനെ അങ്ങനെ ആയിരിക്കും പറയുന്നത്. മരമെന്ന് പറയാൻ പറ്റില്ലല്ലോ.
ഈ തമിഴ്നാട് കൃഷിയുണ്ട്, അതുകൊണ്ട് വളർത്തണണ്ട. എന്താ കൃഷിയുണ്ട്, ഇതെന്താ സാധനം എനിക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാ. ഇറങ്ങാൻ നേരത്തെ തന്നെ ഇവരെല്ലാം നല്ല ഉറക്കം വരുന്നു കേട്ടോ, പയ്യന്മാരെല്ലാം. ഓ സൂര്യചേട്ട കഴിച്ചു. ഇനിയിപ്പോ ചെല്ലം പാലൊക്കെ കഴിച്ചു കാണോന്ന് അറിയില്ല. രാവിലെ ഒന്ന് കഴിച്ച് പ്രകൃതിയായിട്ടൊന്ന് നമ്മുടെ ബോഡി ഒന്ന് കണക്റ്റ് ആകുമ്പോഴുണ്ട്, ബോഡിയും മൈൻഡും. അത് ജിമ്മിൽ പോയാൽ കിട്ടൂല കേട്ടോ ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ. അത് ഞാൻ നോക്കി, അത് കാര്യമില്ല. ഇവിടെ ഇങ്ങനെ അടച്ചു മുറിക്കാത്ത ഇങ്ങനെ ഒരു സാധനം ഇട്ട് ഇങ്ങനെ അതിൻ്റെ ഇടയിൽ ഊളവർത്താനം പറയാൻ വേണ്ടി അവിടെ കുറേ ആൾക്കാർ കാണും, നമ്മുടെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി. സോ ഗൈസ് കൊള്ളാം. ഓക്കെ, ഞാൻ പോയി ഒരു റൗണ്ട് ഓടിയിട്ടൊക്കെ വരാം. നമ്മളെ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് ഒക്കിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളാ തിരിച്ച് റൂമിലേക്ക് പോവാം. ഇങ്ങനെ നമ്മുടെ നാട്ടും പുറം പോലെ തന്നെന്ന് പറയാൻ പറ്റൂല, കുറച്ചായി. ഇത് കുറച്ച് ലോക്കൽ ഏരിയ, അടിപൊളിയാണ്, ശാന്തമായുള്ള സ്ഥലം. ചെക്കൻ്റെ വണ്ടി ഇതാ നടക്കണേ. അതിനകത്ത് കിടന്ന് ഉറങ്ങണമെന്ന് തോന്നുന്നു. റൂമിൽ സ്ഥലം ഉണ്ടായിട്ട് വണ്ടിക്കകത്ത് കിടന്ന് ഉറങ്ങണം എന്ന് ഉള്ള ഒരു മനുഷ്യനാണ്. ഈ AC പോലും ഇടാതെ കിടന്ന് ഉറങ്ങണം. പക്ഷേ റൂമിൽ കിടക്കാൻ ആവശ്യം പോലെ സ്ഥലമുണ്ട്. അപ്പോഴാണ് അതിനകത്ത് വണ്ടി ഓണാക്കി കിടക്കുന്നത്. ഇതാണ് നമ്മളെ ഗോസ്റ്റ് ഹൗസിലെ എൻട്രൻസ്. ഇവിടെ ഒരുപാട് പേരുണ്ട്, നമ്മുടെ ഒരു സെപ്പറേറ്റ് റൂം തന്നെ ഉണ്ട്. നൈസാണ്. ഡോറ് തുറന്നിട്ട് ഇവന്മാരെന്ത് ചെയ്യുന്നു? എന്താ ചെയ്യുന്നേ? വൈശാഖായിട്ട് ഉറങ്ങുന്നു. ശ്യാമായിട്ട് എന്താ ഉറങ്ങുന്നു സുഹൃത്തുക്കളെ? ഉറക്കം വിളിച്ചു, പക്ഷേ മുഖം മൂടിയിട്ട് കഴിഞ്ഞു. പകരൻ പകരൻ എനിക്ക് നല്ല ഓട്സും മുട്ട ഓംപ്ലേറ്റും ഉണ്ടാക്കാം. പിന്നെ വേറെ ഒന്നും ഇല്ലല്ലോ ഇവിടെ. നിങ്ങളെ സൂര്യചേട്ടൻ അവിടെ കിടക്കുന്നുണ്ട, ഫോണും നോക്കി ചിരിച്ചിരിച്ച്. കണ്ണ് ഏക്കടാ വണ്ടിക്കകത്ത് എടുത്ത് തുറക്കണമേ. മകരൻ ഗുരുവേ, എന്താ വേണ്ടേ ഗുരു? മേര ഗുരു പ്രഭു. എന്താ ഉണ്ടാക്കണ്ടേ? എന്താ എന്താ വേണ്ടേ പറ. ബിരിയാണി ഉണ്ടാക്കിയില്ല രാവിലെ? നിങ്ങള് നിങ്ങൾ കഴിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഡീല് നിങ്ങളല്ലാണ് മെയിൻ. നമ്മളാ നിങ്ങൾക്ക് ഈ ഉറക്കം വൈബ് മാത്രമേ ഉള്ളൂ ഫുൾ ടൈം. എനിക്ക് ഇറങ്ങമേ, ഇറങ്ങടാ കണ്ണാ. ഡേയ് എപ്പോ ഉണ്ടാക്കാം? ഓട്സ് ഉണ്ടാക്കാം അങ്ങോട്ട് ചോദിച്ചു എന്ന്. മുട്ട ഓട്സും ഉണ്ടാക്കാൻ നീ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. 5 മിനിറ്റാ? 2 പുതപ്പിനുള്ളിൽ കിടക്കുന്ന മാനസാന്തരപ്പെട്ട് കിടക്കുന്ന 2 കുരുന്നു പൈതകൾ. നമുക്കിനിയിപ്പോ എന്താ ചെയ്യാ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എവിടുന്ന് വന്നിപ്പോ?
ആര് ഇതേ വേണോ മറ്റേ റോയൽ ഫർണിച്ചറിൽ അവൻ അവൻ റോയലിന്റെ മോണറായിട്ട് വരും. സുഖായിട്ട് അങ്ങനെ ഞാൻ പിന്നെ വർത്താനം പറഞ്ഞിട്ട് കുറച്ച് മുട്ട എടുത്ത് ബോയിൽ ചെയ്യാൻ പ്രോട്ടീൻ എന്തെങ്കിലും അടിക്കാണ്ട്. ഇവിടെ ഒന്നുമില്ല, ഫ്രിഡ്ജൊക്കെ കാലി. ഒന്നും ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടില്ല. ഒന്നും വാങ്ങിച്ചു വെച്ചിട്ടില്ല. ശോകം, ശോകമേ, ശോകമേ. നമുക്ക് ചെല്ലോ 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 പകരൻ പകരൻ ഊരി പകരൻ പകരൻ. Oh my God. നമ്മളെ ശിവേട്ടൻ ശിവേട്ടൻ ഒരു ഹായ് പറഞ്ഞു. നമ്മളെ ചെറുക്കൻ ഒരു ഹായ് പറയുന്നു. ഹായ്. പേടിക്കണ്ട, വീഡിയോ ഇടൂല നമ്മളെ. ഒട്ട ഒരു 5 എണ്ണം പുഴുങ്ങി ആയി റെഡി ആയി കഴിഞ്ഞാൽ അത് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഇവരെന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരും, അത് സാപ്പിടുക. നോക്കാം. ശ്യാമേട്ടാ ബാ, ശ്യാമേട്ടാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. അല്ല കഴിഞ്ഞ ഇവര് വന്നപ്പോ നമ്മളെല്ലാരും വന്നപ്പോ നമ്മൾ റൂമിൽ ഇരുന്നപ്പോ ശിവയേട്ടൻ നമ്മളെയും വിളിച്ചുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അതാ വൈശാഖനും നമ്മളെ ചെക്കനും ഉണ്ട്, പിന്നെ നമ്മളെ അരുണേട്ടനുണ്ട്. നേരെ ഇവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറന്റിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകണേ പുള്ളിക്കാരൻ. എവിടെയാ? അൽ ജബീബ്. അൽ ജബീബ്. അപ്പോ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം സുഹൃത്തുക്കളെ. നമ്മളങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് എത്തി സുഹൃത്തുക്കളെ. ഓ മൈ ഗോഡ്, അത് ഓട്ടോമാറ്റിക്കൽ ലോക്കാൻ പാടില്ല. ഓട്ടോമാറ്റിക് അടയില്ല, ഗ്ലാസ് ഓട്ടോമാറ്റിക് അടയില്ല. ഏതാ ഹോട്ടലിൽ നമ്മൾ വേണേ? ഇതാണോ? നമുക്ക് ഈ ഹോട്ടലിൽ പോയി കഴിക്കാം. ഞാൻ മുന്നേ പണ്ട് കുറെ നാൾക്ക് മുന്നേ അലൈൻ റൂട്ട് പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് ചായ കുടിക്കാറുണ്ടായിരുന്നു. ഫുഡ് എപ്പോഴോ 1 ടൈം കഴിച്ചിട്ടുണ്ട്. വിശാണ്ണ എന്താണ് പോകത്തെ? കാപ്പി. മസാല ദോശ അല്ല, ഒരു സാധാ ദോശ വാങ്ങി. പിന്നെ മസാല ദോശ ചേട്ടൻ 2 ഇഡ്ഡലി 2 ബുൾസൈ, പിന്നെ വേറെന്തോ ഓർഡർ ചെയ്ത് ഒരു കീമ. ഈ സാധാ ദോശ നമ്മളെ ചെക്ക ഒരു സാധാ ദോശ ഓർഡർ ചെയ്ത്. അപ്പൊ നമ്മൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യാൻ വൈശാട്ട് അവിടെ ഒരു ഫോട്ടോ അടിക്കണം നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു. ഈ പറഞ്ഞ പോലെ ഈ റൂട്ടില് ഒരു 2 ഷോപ്പേ ഉള്ളു. അങ്ങോട്ട് പോകുന്ന അലൈനിലോട്ട് പോകുമ്പോ 2 ഷോപ്പേ ഉള്ളു. 2 അല്ലേ ഉള്ളു ഈ റോഡില്. ആ അങ്ങനെ ഉണ്ടാവൂല്ലേ? ഞാൻ ഇന്ന് ആ ഫോണ് കണ്ടപ്പോഴും ചോദിച്ചു ഏത് നല്ല ഫോണോ? ഏതാ ഫോണ്? കുറച്ച് പാച്ച് ഉണ്ട്, അതൊക്കെ ശരിയാക്കണം. ഇതേതാണ്? നല്ല ഫോണാണ്, ഒരു സ്ലിം, ഒരു കംഫർട്ടബിൾ അല്ലേ? ഈസി അടിപൊളിയാ, ചെറിയ ഫോണായിട്ട്. 16 Pro Max അല്ല 17 Pro Max അല്ലേ?
അത് ഇങ്ങനെ കാണിച്ചു. ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഇത് ശരിക്കും കാണിക്കേണ്ടത് കൂടിയിട്ടാണല്ലേ കാണിക്കാല്ലേ. അപ്പോഴാണ് പന്നി എന്റെ 16 Pro Max ആ. കാണാം. ഇത് 70. ഫുൾ ലാമിനേറ്റ്. പക്ഷെ ഇത് ഓക്കെ ആണ്. പക്ഷെ ഇതിന്റെ മെറ്റൽ കുറച്ച് മെറ്റലിക്ക് ഡേഞ്ചറാണ്. അതാണ് പ്രശ്നം. പെയിന്റ് ഫെയ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ 80 ഇറങ്ങുമ്പോ നമുക്ക് വാങ്ങാം. ഷുവർ. അല്ലേ? ഞാൻ എക്സ്ചേഞ്ച് ചെയ്യും. 80 വാങ്ങാം. ടൈം തന്നെ എടുക്കും. ലോഞ്ച് ടൈമിൽ എടുക്കണല്ലേ. നിങ്ങൾ ആരുമില്ല തനിയെ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ആളെ കൂട്ടി അല്ലേ? കീമ, ഇഡ്ഡലി, ചിക്കനാ വെജിറ്റബിൾ കീമ. എങ്ങനെയുണ്ട്? അത് വെജ് കീമ. കൊള്ളാമോ? അങ്ങോട്ട് നോക്ക്. വിഷയോടാ വിഷയം. പിന്നെ ഈ കട്ട സോസ് പറഞ്ഞ അതിൽ കൂടെ എന്താ ആ, ഒരു സ്പൂണും കൂടെ ഇതിന്റെ ഫോണിന്റെ അത് മറ്റേ ഇതാണ്. ലോഗോ എവിടെ നോക്കിയേ? ലോഗോ കണ്ടുപിടിക്കുന്നത് അതിന്റെ മേലിക്കുള്ളി ആളെന്തോ ഒട്ടിച്ചിട്ടുണ്ട്. ഫുൾ ലാമിനേറ്റ് ആണ്. ലാമിനേഷൻ ആണ്. അതാണ് കൊള്ളാം കേട്ടത്. നിനക്ക് വേറെ കാര്യം ഈ ഫോണ് 6 month ആയി. 6 month ഫോൺ. ബാറ്ററി മേക്കപ്പ് ആണ്. നീ വീഡിയോ എടുക്കുക എന്റെ ബാറ്ററി സൈക്കിൾ നോക്കിക്കോളാം. ബാറ്ററി നിൽക്കുന്നുണ്ടല്ലേ? പിന്നെ എന്റെ ബാറ്ററി സൈക്കിൾ നോക്കിയോ? എന്റെ സൈക്കിൾ കാണുണ്ടോ? മസാല വെറും 121 ടൈമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. 100% ചാർജ് ഇപ്പോഴും ഉണ്ട്. 6 month യൂസ് ചെയ്തു. ഓക്കെ. എനിക്ക് 1 day ഫുൾ ചാർജ് കിട്ടുന്നുണ്ട്. 1 dayക്ക് മേളിൽ വരുന്നുണ്ട് അല്ലേ? മസാല സന്തോഷം മുഖത്താ വെയിറ്റ് ആണ്. ഞാൻ 1 time 20% ആകുമ്പോഴേ ഞാൻ ചാർജ് ചെയ്യാവൂ. എന്നാലും ബാക്കപ്പ് കിട്ടും. 25 നീ എന്നെ കൊല്ലുകയാണോ? 25 ആണല്ലേ? നീ എന്നെ കൊല്ല. എനിക്ക് മാത്രമേ ഫുഡ് തരാം. ദോശ, നമ്മളെ ദോശ വന്നിട്ടുണ്ട്. ദോശയും ചട്നിയും സാമ്പാറും കുറച്ച്. അടിക്കണ്ട. 7 വ്യൂസും 3 ലൈക്കും. വേറെ വരുന്നു. നല്ല എരിവുണ്ട്. ഞാനിത് കഴിച്ചിട്ട് വരാം. ഞാനങ്ങനെ ഫിനിഷ് ചെയ്ത് കഴിച്ച് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഉള്ള ചിക്കൻ മാർക്കറ്റ് കണ്ണനും കൂടെ ചേട്ടനും ആദ്യം ഫുഡ് വാങ്ങി നമ്മളത് രണ്ട് ചിക്കൻ കറി ഒരു ചായ ഫൈനൽ ടച്ച്. ഏശാണ് കാണ അതാ പറയാം കുറച്ച്. നല്ല ലൊക്കേഷൻ ഉള്ള സ്ഥലം. ഇതാണ് ജബൽ അബി. അതൊരു പ്രൊമോഷൻ ആവില്ല. പ്രൊമോഷൻ കൊള്ളാം. നല്ല ചായ, നല്ല വൈബ്, അതുപോലെ തന്നെ ഒരു നല്ല ദിവസവും കൂടിയാണ്. ഓക്കെ. ഇവിടെ പണ്ട് ഞാൻ വന്നിരുന്നു. പണ്ട് ഡെലിവറി പോണ സമയത്ത് പണ്ട് ഇവിടെ വന്നിരുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ആ ഫുഡും കഴിച്ചിട്ട് 1.5 മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ടുണ്ട്. അതാണ് എനിക്ക് ഇപ്പൊ ഓർമ്മ വരണം. ഈ വലിയ ഇത് അപ്പർ മെയിൻ റോഡാണ്. മെയിൻ റോഡിൽ പാർക്ക് ചെയ്യാൻ സ്ഥലമൊന്നും കിട്ടൂല, റെസ്റ്റ് എടുക്കാൻ സ്ഥലം കിട്ടൂല. അങ്ങനെ ഒരു സ്ഥലമുള്ള ഏരിയ ആണ് ഇത്. ഇത് തന്നെ ദുബായിലോട്ട് പോകുമ്പോ അപ്പർ സൈഡും ഇതേ കണക്കൊരു ഏരിയ ഉണ്ട്. അല്ല, ദുബായിലോട്ട് പോകുമ്പോ ഈ ഏരിയ കിട്ടും. അലയിലോട്ട് പോകുമ്പോ അപ്പുറ സൈഡും ഓപ്പോസിറ്റ് സൈഡും ഞങ്ങൾക്ക് വേറൊരു സ്ഥലം കിട്ടും.
അതേപോലെ അവർക്ക് പാഴ്സലും വാങ്ങിച്ചു 3 പേർക്കല്ലേ വാങ്ങിച്ചാ അല്ലടാ 4 പേർക്ക് വാങ്ങിച്ചാ 4 പേർക്ക് പാഴ്സലും കൂടി വാങ്ങിച്ചപ്പോ ഏകദേശം ഒരു 50 ദറംസായി. അത്ര നല്ല നല്ല പ്രൈസ് ആണല്ലേ അല്ലേ? അത്യാവശ്യം നല്ല പ്രൈസ് ആണ്. പിന്നെ നമ്മൾ എന്റെ സ്ട്രോങ് ചായ കുടിച്ചു. അങ്ങനെ ഞാൻ അപ്രതീക്ഷിതമായിട്ട് 2 പേര് നാട്ടിലുള്ള പയ്യന്മാരെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഒന്ന് നോക്കി നമ്മുടെ സുഖല്ലേ? ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ കണ്ടുമുട്ടിയ സ്നേഹ ആലിംഗനമൊക്കെ കഴിഞ്ഞു. ഹാപ്പി. അപ്പൊ നമ്മള് അവധി വരുമ്പോ വരാം കേട്ടോ. ഓക്കെ, ഇതൊക്കെ അപ്രതീക്ഷിതമായിട്ട് വന്നതല്ലേ നമ്മള്. പിന്നെ എന്തോന്ന് ഇനി എന്നോ അങ്ങോട്ട് വരണ? ദുബായിലോട്ട് ഇറങ്ങും. ഞാൻ എവിടെ? അജ്മാലില്. മറ്റാളെ ഇളയത് ഏറ്റവും ഇളയ അവിടെ എവിടാ? ഓക്കെ, ഞാനില്ല അവനെ ഒന്ന് കാണട്ടെ. ഷിനീത്തിനെ എടാ, ഷിനീത്തേ പോട്ടറാ. നിന്റെ ഫേസ് അങ്ങ് മാറിപ്പോയില്ല. കുഴപ്പമില്ലറ, ഇങ്ങനെയൊക്കെ പോകണം. പോട്ടാ. സോ ഗൈസ്, നമുക്ക് ഇവിടുന്ന് പോവാം. ഓക്കെ, കാണാം. ബാ. ഓക്കെ, ബൈ. പുള്ളിക്കാരന് ഭയങ്കര സങ്കടം. കൊറേ വർഷത്തിന് ശേഷം കണ്ടപ്പോ എന്തോ പോലെ. പക്ഷെ നിങ്ങള് വന്നില്ലെങ്കിൽ വലിയ മിസ്സായിപ്പോയി. നമ്മള് കാര്യായിട്ട് ഭയങ്കര മിസ്സായിപ്പോയി. മനസ്സിലായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായ അവനെ കണ്ടാ? അവൻ നമ്മളെ വീട്ടിൽ അവിടെ കിച്ചിട്ട് ചങ്കാടുന്ന നിക്കണ. ഓ, കണ്ടിട്ടുണ്ടോ അവനെ? അവന്റെ മുഖമൊക്കെ മാറി, ഷേപ്പ് മാറി. മാറിയതായിരിക്കും കേട്ടാ. രൂപമൊക്കെ മാറി. അവിടെ നടക്കല്ലേ നമ്മളെ ശ്യാമ കേട്ടെ. ഓഫ് മൈ ഗാഡ്, എത്ര വർഷത്തിന് ശേഷം അല്ലേ? ഒരു 7-8 വർഷം ആവുമെന്ന് തോന്നുന്നു കണ്ടിട്ട്. കാണുമ്പോ ഒരു സന്തോഷല്ലേ? നാട്ടിലെ ബെൽറ്റുകളായിരുന്നു കേട്ടാ. കേട്ടാ, നാട്ടില് ഒരു കാലത്ത്. ഓ മൈ ഗാഡ്, വർഷങ്ങൾക്ക് ശേഷം അവരെ കാണണ തന്നെ. അവരെ കണ്ട് പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് എത്തി. റൂമിൽ നിന്ന് ഇനിയിപ്പോ തിരിച്ച് നമ്മുടെ റൂമിലേക്കുള്ള യാത്രയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഇന്നൊരു മനോഹരമായ ഒരു ദിവസമായിരിക്കട്ടെ എന്ന് കരുതി തുടങ്ങിയതാ. അതൊരു മനോഹരമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഗൈസ്, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇനിയിപ്പോ പോവാം. ഇവിടെ നിന്ന് പോയി നേരെ ഇനിയിപ്പോ നമുക്ക് അജ്മാലിലേക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാം. യൂട്യൂബിൽ ആ ഫീൽ വരില്ല, പക്ഷെ അനുഭവിക്കണേ അറിയാവൂ. ഓടിക്കാത്ത ചൂട്, AC വർക്കാവല്ല. ചൂടായി വരണം, അല്ലെ തണുത്ത് വരണം. കണ്ടന്റ് അങ്ങനെ ഇട്. കാര്യമില്ല, എത്ര വലിയ വണ്ടിയായിരുന്നു. എന്റെ മോനെ, ആ കറുപ്പൊടി ആയോണ്ടാ വണ്ടി, ബ്ലാക്ക് പൊടി ആയോണ്ടാണ് ഇത്രയും ചൂട്. വണ്ടിക്കകത്തേറി AC അങ്ങോട്ട് ഓൺ ആക്കിയതേ ഉള്ളു. അത് ഈ ഇതിന്റെ മെറ്റൽ ഭാഗമൊക്കെ തിളക്കണ്. കറക്റ്റ് എനിക്ക് തോന്നുന്നു 50 ഡിഗ്രി ആണ്. എന്റെ അമ്മോ,
ചരിക്കാൻ പറ്റില്ലേ ഒന്നൂത്തണോ? അങ്ങനെ നമ്മളെ കൂടെ വന്നിരിക്കുന്നു നമ്മുടെ ശ്യാമേട്ടൻ. ഒരു കഥയിൽ ചർച്ചയിലാണ്. അതേപോലെ പിങ്ക് ഉണ്ട്. ഇനിയിപ്പോ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപാടികളൊന്നുമില്ല, ഏകദേശമുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ഇവിടെ നിന്ന് പിരിയും.